എല്ലാവർക്കും നമസ്കാരം. യേശു പറഞ്ഞു, ഈ എളിയവർക്ക് ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു. ഈ വാക്കുകൾ കാതോർത്തുകൊണ്ട് ദക്ഷിണ കേരള മഹായിടവക അഭിവന്യ തിരുമേനിയുടെയും മഹായിടവ സെക്രട്ടറി ഡോക്ടർ ടി പ്രവീൺ സാറിന്റെയും മഹായിടവക ഔദ്യോഗിക ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഒരു മഹത്തരമായ ശുശ്രൂഷയാണ് പാലിയേറ്റീവ് കെയറിന്റെ ശുശ്രൂഷ. 5000-ലധികം രോഗികളെ ഈ നാളുകളിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. HIV AIDS ബാധിതർ, കിടരോഗികൾ, ക്യാൻസർ രോഗികൾ, ഡയാലിസിന് വിധേയപ്പെടുന്ന സഹോദരങ്ങൾ, ഇത്തരത്തിലാണ് ഇവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എല്ലാ ദിവസവും ആംബുലൻസിൽ ഡോക്ടർ, നഴ്സ്, ഏരിയ കോർഡിനേറ്റേഴ്സ്, അച്ഛന്മാർ, പ്രാർത്ഥന സഹചാരികൾ, വോളണ്ടിയേഴ്സ്, ഈ ക്രമത്തിൽ ഓരോ ഏരിയകളിലായി 12 ഏരിയകളിലായി 16 സെന്റർ പ്രവർത്തിക്കുന്നു. ഈ ഏരിയകളുടെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. കിടരോഗികൾ ഭവനം സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്ടർ കെയർ, നഴ്സിന്റെ കെയറും അതോടൊപ്പം അത്യാവശ്യം മെഡിസിനും ഒരു പുരോഹിതന്റെ കൈവപ്പോടുള്ള പ്രാർത്ഥനയും അവർക്ക് നൽകി വരുന്നു. കഴിഞ്ഞ നാളുകളിൽ 2023 ഡിസംബർ മാസം 23-ാം തീയതി സ്വപ്ന പദ്ധതിയായ കിടരോഗികളെ പരിചരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ മുക്കോല വേദൽഗ്രാം ക്യാമ്പസിൽ ആരംഭിക്കുവാൻ ദൈവം കൃപ നൽകി. ഈ നാളുകളിൽ അതിനെ 100 കിടക്കകളോടുകൂടെ വിപുലീകരിക്കുവാനായിട്ടാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം 2 ആംബുലൻസ് ഞങ്ങൾക്ക് ആവശ്യമാണ്. മാത്രമല്ല വീൽ ചെയർ, എയർ ബെഡ്, വാക്കർ, ICU ബെഡ്, ഓക്സിജൻ കോൺസെൻട്രേറ്റർ, മറ്റു ക്ലിനിക്സ് അത്യാവശ്യമുള്ള സാധനങ്ങൾ അനിവാര്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുവാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. ഈ മാസം 14-ാം തീയതി സൗഖ്യദായക ഞായറാഴ്ചയായി ആചരിക്കുമ്പോൾ മഹായിടവക ഡിസ്ട്രിക്ട് പ്രതിനിധികൾ തിരുവചനം പ്രഘോഷിക്കുവാൻ സഭകളിലേക്ക് വരികയും പ്രസംഗിക്കുകയും പ്രസംഗത്തിന് ശേഷം അവസാനത്തെ പാട്ടിനോടനുബന്ധിച്ച് താല്പര്യമുള്ളവർ മുമ്പോട്ട് പ്രാർത്ഥനാപൂർവം മേശമേൽ പാലിയേറ്റീവ് കെയർ ശുശ്രൂഷയ്ക്ക് വേണ്ടി നല്ല ദാനങ്ങൾ അർപ്പിക്കുകയും ആ തുക എണ്ണി തിട്ടപ്പെടുത്തി ഡിസ്ട്രിക്ട് ചെയർമാനെ ഏൽപ്പിക്കുകയും തുടർന്ന് ചെയർമാനിൽ നിന്ന് ഏരിയ കോർഡിനേറ്ററും ഏരിയ സെക്രട്ടറിയുമായി അത് കളക്ട് ചെയ്യുകയും അടുത്ത ദിവസം അത് മഹായിടവക ട്രഷറിയിൽ പാലിയേറ്റീവ് കെയർ അക്കൗണ്ടിൽ അടയ്ക്കുവാനായിട്ട് ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നാം ഇത്രത്തോളം സൗഖ്യത്തോടും ആരോഗ്യത്തോടും നിലകൊള്ളുമ്പോൾ ഇരുളടഞ്ഞ മുറികളിൽ കട്ടിലിനോടോ നിലത്തോടോ അമർന്നു കിടന്നോ വിശക്കുന്നു എങ്കിലും സമയത്തിന് ഭവനവാസികൾ ആഹാരം നൽകാതെ, ദാഹിക്കുന്നു എങ്കിലും ദാഹജലം നൽകാതെ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളിലായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ഈ ജീവന്റെ തുക പ്രാർത്ഥനാപൂർവം സമർപ്പിക്കാം. സകലവിധമായ നന്മകളും അനുഗ്രഹങ്ങളും സർവശക്തനായ ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകരട്ടെ.